Hello students, welcome back to Maths class. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ നമ്പർ 5 പാർട്ട് നമ്പർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ്, ചാപ്റ്റർ നമ്പർ 6 വിത്ത് ദ ടൈം. ഈ പാഠഭാഗത്തിൽ നമ്മൾ ക്ലോക്കിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് ക്ലോക്കിൽ എങ്ങനെയാണ് സമയം നോക്കുന്നത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ഇതാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ക്ലോക്കിൽ അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് ക്ലോക്കിലുള്ളത്. അപ്പൊ നോക്കി, അതുപോലെ എത്ര സൂചി അല്ലെങ്കിൽ എത്ര ഹാൻഡ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും? 3 സൂചികളുണ്ട് അല്ലേ? അതായത് ഈ നീളം കുറഞ്ഞത് അവർ ഹാൻഡ്, അതുപോലെ ഏറ്റവും നീളം കൂടി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോങ്സ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഈ സെക്കൻഡ് ഹാൻഡ്, അതുപോലെ ഈ മീഡിയം വലിപ്പം വരുന്ന മിനിറ്റ് ഹാൻഡ്. ഇങ്ങനെ 3 ഹാൻഡ്സ് ആണ് അല്ലെങ്കിൽ 3 സൂചികളാണ് ഒരു ക്ലോക്കിലുള്ളത്. ഇനി ഈ സെക്കൻഡ് സൂചിയാണ് എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് ഇതിങ്ങനെ ഓരോ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര സമയം കൂടുമ്പോഴാണ് ഈ സെക്കൻഡ് സൂചി മൂവ് ചെയ്യുന്നത്? സെക്കൻഡ് സൂചി ഓരോ സെക്കൻഡ് അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഒരു സെക്കൻഡിൽ ഇത് ഒരു മൂവ് നടത്തും, അടുത്ത സെക്കൻഡിൽ അടുത്ത മൂവ്. അപ്പൊ ഇത് മൂവ് ചെയ്യുന്ന ഓരോന്നും ഓരോ സെക്കൻഡുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് സെക്കൻഡ് ഹാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഒരു മൂവ്മെന്റ് നടത്തുന്നത് ഒരു സെക്കൻഡിലാണ്. അപ്പം ഇതിപ്പം 12 ഇത് വരുന്നു. ഇപ്പൊ 12 നിന്ന് ഒരു സെക്കൻഡ് വെച്ച് അത് മൂവ് ചെയ്ത് വീണ്ടും ഈ 12 എത്തുമ്പോഴത്തേനും എത്ര സെക്കൻഡ് ആവും? മുഴുവൻ 60 സെക്കൻഡ്സ് ആയിട്ട് മാറും. 60 സെക്കൻഡ് എടുത്താണ് ഇവിടുന്ന് കറങ്ങി ഇവിടെ എത്തുന്നത്. അല്ലെങ്കിൽ ഈ 1 സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി തിരിച്ച് 1 അല്ലെങ്കിൽ 2 സ്റ്റാർട്ട് ചെയ്ത് 2 മുഴുവൻ ഈ സെക്കൻഡ് സൂചി ഒരു കറക്കത്തിന് അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് 60 സെക്കൻഡ്സ്. ഇനി ഈ സൂചി 9 ഈ 9 നിന്ന് 10 വരെ എടുക്കാൻ എത്ര മൂവ്മെന്റ് നടത്തുന്നുണ്ട്? നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, 5 മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അതായത് 5 സെക്കൻഡ് എടുത്താണ് ഈ 9 നിന്ന് 10 ആ സൂചി എത്തുന്നത്. അതുപോലെ 10 നിന്ന് 11 11 നിന്ന് 12 നിന്ന് 1 എത്താനും അത് 5 സെക്കൻഡ് എടുത്താണ് അടുത്തതിലേക്ക് എത്തുന്നത്. അങ്ങനെ 12 നിന്ന് 1 എത്താൻ 5 സെക്കൻഡ്, 12 നിന്ന് 2 എത്താൻ 10 സെക്കൻഡ്, 12 നിന്ന് 3 വരെ വരാൻ 15 സെക്കൻഡ്. അങ്ങനെയുള്ള രീതിയിൽ 5 വെച്ച് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് അടുത്തതായിട്ട് മിനിറ്റ് ഹാൻഡിനെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഈ 12 ഇരിക്കുന്ന ഈ മീഡിയം വലുപ്പമുള്ള സൂചിയാണ് മിനിറ്റ് ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് എന്താണ് ചെയ്യുന്നത്? ഓരോ മിനിറ്റിലുമാണ് അത് ഒരു പൊടിക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ 12 നിന്ന് ഒരു മൂവ്മെന്റ് നടത്തണമെങ്കിൽ അതിന് 1 മിനിറ്റ് വേണം. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഈ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങി ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കി ഇത് 12 എത്തുമ്പോഴാണ് 60 സെക്കൻഡ് ആവുന്നത്. അതാണ് 1 മിനിറ്റ്. ആ 1 മിനിറ്റ് എടുത്താണ് ഈ 12 നിന്ന് ഒരു ചെറിയ മൂവ്മെന്റ് മിനിറ്റ് ഹാൻഡ് നടത്തുന്നത്. അതാണ് 1 മിനിറ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ 60 സെക്കൻഡ് എടുത്ത് 1 മിനിറ്റ് ആവുമ്പം ഈ മിനിറ്റ് ഹാൻഡ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും. വീണ്ടും 60 സെക്കൻഡ്, അതായത് വീണ്ടും 1 മിനിറ്റും കൂടെ എടുക്കുമ്പോൾ അടുത്ത് ഒന്നും കൂടെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ 12 മുതൽ 5 വരെ എത്ര മൂവ്മെന്റ് എടുത്തായിരിക്കും ഈ 1 എത്തുന്നത്? 12 മുതൽ 1 വരെ എത്താൻ 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. അതായത് സെക്കൻഡ് സൂചി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 മിനിറ്റ്, അടുത്ത റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റ്. അങ്ങനെ 5 തവണ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം ഇത് എന്ത് ചെയ്യും? 5 തവണ മൂവ് ചെയ്യും. എന്ന് പറയുമ്പോൾ ഈ 12 നിന്ന് അത് 1 എത്തും. ഇപ്പൊ 12 നിന്ന് ഈ 1 എത്താൻ അത് എടുക്കുന്നത് 5 മിനിറ്റ്സ്. ഇനി വീണ്ടും 1 നിന്ന് 2 എത്തുന്നതോ അത് വീണ്ടും 5 മിനിറ്റ്സ്. 2 നിന്ന് 3 എത്താൻ 5 മിനിറ്റ്സ്. അല്ലെങ്കിൽ ഈ 12 നിന്ന് നേരെ ഈ 2 എത്താൻ 5 + 5 10 മിനിറ്റ്സ്. അതുപോലെ 12 നിന്ന് 3 എത്താനോ 5 10 15 മിനിറ്റ്സ്. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മിനിറ്റ് ഹാൻഡ് 12 ഇരുന്ന മിനിറ്റ് ഹാൻഡ് ഇപ്പൊ 3 വന്നു. അപ്പൊ എത്ര മിനിറ്റ് എടുത്താണ് 12 നിന്ന് 3 വന്നത്? 15 മിനിറ്റ്സ് അല്ലേ? അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ 5 + 5 + 5 ചെയ്യുമ്പോൾ 15. അപ്പം ഈ 12 നിന്ന് ഈ 3 എത്താൻ ടോട്ടൽ 15 മിനിറ്റ് എടുത്തു, 15 മിനിറ്റ്സ് എടുത്തു. ഇപ്പൊ നോക്കി, ഈ മിനിറ്റ് ഹാൻഡ് ഈ 3 നിന്നും കറങ്ങി 6 എത്തി അല്ലെ? അപ്പൊ നോക്കി, ഈ 12 നിന്ന് 6 എത്താൻ എത്ര മിനിറ്റ് ആണ് എടുത്തത്? 5 വീണ്ടും 5 ഇങ്ങനെയുള്ള രീതിയിൽ 5 10, അതുപോലെ ഇവിടുന്ന് 15, ഇവിടെ വരെ 20 25 30. അപ്പോൾ 30 മിനിറ്റ്സ് എടുത്താണ് ഈ 12 നിന്ന് 6 വരെ എത്തിയത്.
എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അരമണിക്കൂറായി എന്ന് പറയും, അല്ലെ ഹാഫ് ആൻ അവർ ആയി എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ഇത് 30 മിനിറ്റ്സ് ആയത്. അതായത് 12ൽ നിന്ന് 30 മിനിറ്റ്സ് എടുത്താണ് ഈ 6ൽ വരുന്നത്. ഇപ്പൊ നോക്കിയേ, ഈ മിനിറ്റ് ഹാൻഡ് എവിടെ ഇരിക്കുന്നത്? 9ലാണ് അല്ലേ. അപ്പൊ ഈ 12ൽ നിന്ന് എത്ര മിനിറ്റ് എടുത്താണ് 9ൽ വന്നത്? 5, 10, 15, 20, 25, 30, 35, 40, 45 മിനിറ്റ്സ് എടുത്താണ് ഈ 12ൽ നിന്ന് ഈ 9ലേക്ക് ഈ മിനിറ്റ് ഹാൻഡ് എത്തിയത്. അപ്പൊ ഈ സെക്കൻഡ് സൂചി എത്ര കറക്കം കറങ്ങി? നമുക്കറിയാം, സെക്കൻഡ് സൂചി ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യാൻ 1 മിനിറ്റ് എടുക്കും അല്ലെ, 60 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് എടുക്കും. അപ്പൊ 45 മിനിറ്റ്സ് കൊണ്ട് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാം? 45 റൊട്ടേഷൻസ് അല്ലേ. 1 മിനിറ്റിൽ ഒരു റൊട്ടേഷൻ ആണെങ്കിൽ 45 മിനിറ്റിൽ 45 റൊട്ടേഷൻസ് സെക്കൻഡ് സൂചി കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ മിനിറ്റ് ഹാൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? 12ലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ മിനിറ്റ് ഹാൻഡ് ഇപ്പം മുമ്പേ 9ലായിരുന്നു, അത് വീണ്ടും 12ൽ വന്നു. അപ്പം എത്ര മിനിറ്റ് എടുത്താണ് അത് 12ലേക്ക് എത്തിയത്? ഈ 12ൽ നിന്ന് നമുക്കറിയാം 45 മിനിറ്റ്സ് എടുത്തായിരുന്നു 9ൽ വന്നത്. വീണ്ടും 45, 50, 55, 60. അപ്പൊ 60 മിനിറ്റ്സ് എടുത്താണ് ഇവിടെ ഇരുന്ന ഈ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും 12ൽ വന്നത് അല്ലേ. അപ്പൊ 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1 അവർ എന്ന് പറയുന്നത്. അപ്പൊ 1 അവർ എടുത്താണ് ഈ 12ൽ ഇരിക്കുന്ന സൂചി മിനിറ്റ് ഹാൻഡ് വീണ്ടും 12ൽ തന്നെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, 1ൽ ഇരിക്കുന്ന മിനിറ്റ് ഹാൻഡ് 1ൽ തന്നെ വരാൻ 60 മിനിറ്റ് എടുക്കും അല്ലെങ്കിൽ 1 അവർ എടുക്കും. ഈ 2ൽ ഇരിക്കുന്ന മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് 2ൽ തന്നെ വരാനും 1 അവർ എടുക്കും അല്ലെങ്കിൽ 60 മിനിറ്റ്സ് എടുക്കും. അപ്പൊ ഏത് നമ്പർ ആണെങ്കിലും അവിടുന്ന് മിനിറ്റ് ഹാൻഡ് തിരിച്ച് ആ നമ്പറിൽ തന്നെ എത്താൻ 60 മിനിറ്റ്സ് എടുക്കും. അതായത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ്സ് എടുക്കും. അപ്പം മൂന്നാമത് ഒരു സൂചിയും കൂടെ ഉണ്ട്, ഏറ്റവും നീളം കുറഞ്ഞ ഷോർട്ടായിട്ടുള്ള സൂചി. അതാണ് അവർ ഹാൻഡ്, മണിക്കൂറിന്റെ സൂചി. അപ്പൊ ഈ സൂചി ഏത് നമ്പറിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നോ ആ മണിയായിരിക്കും ഒപ്പം. ഇപ്പൊ നോക്കി, ഇത് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്? 12. സോ ഇപ്പൊ 12 മണി സമയമാണ്. അപ്പം 12ലേക്ക് പോയിന്റ് ഇരിക്കുമ്പോൾ 12 മണിയുടെ സമയമാണ്. 11ലേക്ക് പോയിന്റ് ഇരിക്കുവാണെങ്കിൽ 11 മണിയുടെ സമയമാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒരേ നമ്പറിലേക്ക് തന്നെ ഇരിക്കുന്നു അല്ലേ. അപ്പൊ അവർ ഹാൻഡ് 12ലേക്ക് വന്നിരിക്കുന്നു, മിനിറ്റ് ഹാൻഡും 12ലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഈ സമയമാണ് 12 മണി. ഇനി നോക്കിയേ, ഞാൻ ഈ മിനിറ്റ് ഹാൻഡ് പതിയെ മൂവ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ മൂവ് ചെയ്യാൻ ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ടാകാൻ എത്ര സമയം എടുക്കും? അതായത് മിനിറ്റ് ഹാൻഡ് ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ 1 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂവ് ചെയ്ത് ഈ 1ലേക്ക് എത്തുന്നു. അപ്പൊ അതിന് എത്ര സമയം എടുക്കും? 12ൽ നിന്ന് 1ലേക്ക് എത്താൻ 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് എടുത്താണ് 12ൽ നിന്ന് 1ലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ ഈ സെക്കൻഡ് സൂചി എത്ര തവണ റൊട്ടേഷൻ നടത്തും? 5 തവണ റൊട്ടേഷൻ നടത്തും. അപ്പോൾ 1 തവണ റൊട്ടേഷൻ നടത്തുമ്പോഴാണ് മിനിറ്റ് സൂചി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ 1 മിനിറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 2 മിനിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡ് സൂചി 2 തവണ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ 5 മിനിറ്റ് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് സൂചി 5 തവണ റൊട്ടേറ്റ് ചെയ്യണം. വീണ്ടും മിനിറ്റ് സൂചി എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. വീണ്ടും മൂവ് ചെയ്ത് അത് 2ലേക്ക് എത്തുന്നു. വീണ്ടും മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്നു. അപ്പൊ ഇതാണ് 12 മണി കഴിഞ്ഞ് എത്രയായി? 10 മിനിറ്റ് ആയി. അപ്പോഴാണ് നമ്മൾ ഈ സമയം 12:10 എന്ന് പറയുന്നത്, 12:10 എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് കറങ്ങി എവിടെ എത്തി? 3ലെത്തി. 3ലെത്തിയപ്പോ എത്രയായി? 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ്സ് ആയി അല്ലെ. 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയി. അപ്പൊ നമ്മൾ ഈ സമയത്തിനെ പറയുന്നത് 12:15 എന്നാണ്. അതായത് 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വീണ്ടും അത് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴോ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്സ് ആയി അല്ലേ. 5, 10, 15, 20. അപ്പം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്സ് ആയെങ്കിൽ അതിന് 12:20 എന്നാണ് ഈ സമയം വരുന്നത്. ഇനി വീണ്ടും ഇത് മൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് 6ൽ വന്നു. അപ്പൊ 6ൽ വന്നപ്പം എത്രയായി? 12 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് എടുത്താണ് 6ൽ വന്നത്? 30 മിനിറ്റ്സ് അല്ലേ. അതായത് 5, 10, 15, 20, 25, 30. 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് എടുത്താണ് 6ൽ വന്നത്. അപ്പൊ ഈ സമയം നമ്മൾ പറയുന്നത് 12:30, 12:30 എന്നാണ്. അപ്പൊ ഈ വലിയ സൂചിയുടെ, അതായത് നമ്മുടെ മണിക്കൂർ സൂചിയുടെ സ്ഥാനം ഒന്ന് നോക്കിയേ. മണിക്കൂർ സൂചി 12ലിരുന്ന മണിക്കൂർ സൂചി പതിയെ മൂവ് ചെയ്ത് 1ന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. 12:30 ആയപ്പോ കറക്റ്റ് 12ന്റെ 1ന്റെ നടുക്കായിട്ട് ഈ അവർ ഹാൻഡ് വരും. വീണ്ടും അത് കറങ്ങി
എവിടെ എത്തി? 6ൽ നിന്ന് 9ലേക്ക് എത്തി അല്ലേ? അപ്പൊ നോക്കിയേ, 12ൽ നിന്ന് എത്ര സമയം എടുത്താണ് ഈ 9 വരെ വന്നത്? നമുക്കറിയാം, ഇവിടെ വരെ 30 മിനിറ്റ്സ് എടുത്തു. 35, 40, 45. അപ്പോൾ 45 മിനിറ്റ്സ് എടുത്താണ് ഇവിടെ വന്നത്. അതായത് 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയി എന്ന് പറയും, അല്ലെങ്കിൽ സമയം 12:45 എന്ന് പറയും. ഇനി നിങ്ങൾ ഈ അവർ ഹാൻഡിന്റെ സ്ഥാനം ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കിയേ, 12ന്റെ അടുത്ത് നിന്ന് മാറി മാറി എങ്ങോട്ടായി? 1ന്റെ അടുത്തേക്ക് എത്തി അല്ലേ? അപ്പൊ 1ന്റെ അടുത്തേക്ക് എത്തി. ഈ സമയത്തെല്ലാം നമ്മുടെ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സൂചി ഒരു തവണ കറങ്ങുമ്പം 60 സെക്കൻഡ്സ് എടുക്കും, അതായത് 1 മിനിറ്റ് എടുക്കും. അപ്പൊ ഇത് ഇപ്പൊ കറങ്ങി കറങ്ങി 45 മിനിറ്റിലെത്തി എന്ന് പറയുമ്പോൾ അത് 45 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 12ൽ എത്തിക്കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് 45 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇവിടെ എത്തിയത്. ഇനി വീണ്ടും ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി 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 എവിടെ എത്തി? 11ലെത്തി. 11ലെത്തി എന്ന് പറഞ്ഞപ്പം 12 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് ആയി? ഇവിടെ ഒരു 45, 50, 55. അപ്പം 55 മിനിറ്റ് ആയി എന്ന് പറഞ്ഞാൽ 12:55 എന്നാണ് അർത്ഥം. അതായത് 12 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയി. നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി കറങ്ങി എങ്ങോട്ട് എത്തുന്നു? 12ലേക്ക് എത്തുന്നു. 12ലേക്ക് എത്തിയപ്പോൾ എന്തായിട്ട് മാറി? ഓക്കെ, 12 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആയി അല്ലേ? ഇവിടെ വരെ വന്നപ്പോൾ 55 മിനിറ്റ് ആയിരുന്നു. വീണ്ടും 5 മിനിറ്റ്സ് എടുത്ത് അത് ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പം 12 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആയി. 60 മിനിറ്റ് ആയി എന്ന് പറഞ്ഞാൽ എന്താ? 1 മണിക്കൂർ. അതായത് 12 മണി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഏത് മണിയായി? 1 മണിയായി. അതായത് നോക്കി, അവർ ഹാൻഡ് 1ലേക്ക് നിൽക്കുന്നു, 12ലേക്ക് മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നു. അപ്പൊ ഇതേതാ സമയം? 1 മണിയായി. അതായത് ഇപ്പോൾ 1 മണിയാണ് സമയം. വീണ്ടും 5 മിനിറ്റ് എടുത്ത് 1:05 ആയി, 1:10 ആയി, 1:15 ആയി, 1:20 ആയി, 1:25, 1:30, 1:35 ആയി. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ അവർ ഹാൻഡ് അല്ലെങ്കിൽ മണിക്കൂർ സൂചിയുടെ മൂവ്മെന്റും കൂടെ ശ്രദ്ധിക്കണം. അതായത് 1ൽ നിന്ന് അത് പതിയെ മാറി മാറി 2ലേക്ക് അടുക്കുന്നുണ്ട്. അതായത് 1:30 ഒക്കെ ആകുമ്പോൾ 1ന്റെ 2ന്റെ നടുക്കായിട്ടായിരിക്കും അവർ ഹാൻഡ് വരുന്നത്. അപ്പൊ ഇപ്പൊ 1:35 നിൽക്കുകയാണ്. 1:35. ഇപ്പോഴത്തെ സമയം 1:40. ഈ സമയം 1:45, 1:50, 1:55, 1:60 അല്ല. അതായത് 1 മണി കഴിഞ്ഞ് 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എവിടെയായി? 1 മണി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കറിയാം അത് 2 മണിയായി. അപ്പൊ സമയം ഈ അവർ ഹാൻഡ് ഇപ്പൊ പോയിന്റ് ചെയ്തിരിക്കുന്ന 2ലേക്കാണ്. അതുപോലെ 12ല് മിനിറ്റ് ഹാൻഡ് വരുന്നു, സെക്കൻഡ് ഹാൻഡും 12 വരുന്നു. അപ്പൊ കറക്റ്റ് 2 മണിയാണിത്. വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ 2 മണിയായി. 2ൽ നിന്ന് ഇവിടെ എത്തുവാണ് എന്തായി? 2:05. 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. വീണ്ടും ഇവിടെ എത്തിയാലോ? 2:10 ആയി, 2:15, 2:20. വലിയ സമയം 2:25. ഇത് 2:30, 2:35, 2:40, 2:45, 2:50, 2:55 ആൻഡ് 3 മണിയായി. 3 o'clock ആയിട്ട് മാറി. സമയത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.